ഞങ്ങളിപ്പോൾ ഇവിടെ പോർട്ടോന്ന് ഞങ്ങൾ വിടുക. പോർട്ടോന്ന് ഞങ്ങൾ പോണത് ഡൂറോ വാലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈനറീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. അവിടെ ഞങ്ങൾ ഒരു നൈറ്റ്, പിന്നെ അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക്, പേര് മറന്നു അതിൻ്റെ സ്ഥലം, 2 nights, പിന്നെ അവിടെ നിന്ന് ലാഗോസ് 3 nights, പിന്നെ തിരിച്ച് ലിസ്ബണിലേക്ക്. അങ്ങനെ അപ്പോൾ നമുക്ക് റെൻ്റൽ കാർ ഇല്ലാണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ലിസ്ബൺ പോർട്ടോ റെൻ്റൽ കാറിൻ്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇനഫാണ്. പക്ഷേ അല്ലാണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ മീൻസ് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ കാർ ആവശ്യമാണെന്നാണ് പറയണത്. അപ്പോൾ ആവശ്യമാണെന്ന് മീൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ സംഭവങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ കാർ എടുക്കുമ്പോൾ നമുക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ഇവിടെ എങ്ങനെയാവും ഡ്രൈവിങ്ങിൻ്റെ സെറ്റപ്പ് എങ്ങനെയാവും. കാരണം നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നത് പോർട്ടീസ് ഡ്രൈവേഴ്സ് ഭയങ്കര ക്രേസിയാണ്. അത് ഇറ്റ്സ് ലൈക്ക് കുറേ കാർ എടുത്തിട്ട് റോട്ടിലിട്ട് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക അതേപോലെ. അതായത് നമുക്കിത് വിഷയമല്ല, നമ്മൾ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്ത ആൾക്കാർക്ക് ലോകത്ത് എവിടെയും ഡ്രൈവ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഡ്രൈവിംഗ് കൊടുത്ത ഡ്രൈവിംഗ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് കാരണം നമുക്ക് കുഴപ്പമില്ല. അവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് അല്ല, അതേപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. പിന്നെ ടോളുണ്ട്, നോക്കട്ടെ കേട്ടോ, എനിക്കറിയില്ല. ടോളുണ്ട്. ടോള് ഇവിടെ ഭയങ്കര കൂടുതലാണ്. പിന്നെ ആൾക്കാർ ഭയങ്കര റഷാണ്. അപ്പോൾ എൻ്റെ യൂറോപ്പിൽ ഇവിടെയാണ്, പോർച്ചുഗലാണ് കുറച്ചും കൂടി അഗ്രസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ടെയിൽ ഗേറ്റിംഗ് ഭയങ്കര ക്രേസി ആൾക്കാർ. സെയിം ലൈക്ക് നമ്മൾ ഊബറിലൊക്കെ വരുമ്പോൾ ഫുൾ ഇന്ത്യയിലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഡ്രൈവ് ചെയ്യണ പോലെയാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോർത്ത് അമേരിക്കയിൽ നിന്ന് US നിന്ന് അല്ലെങ്കിൽ കാനഡയിലൊക്കെ ഇവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇച്ചിരി കയോട്ടിക്കായിട്ട് തോന്നാം എന്നെനിക്ക് തോന്നുന്നു. അപ്പം നമ്മളൊരു വണ്ടി എടുത്ത്, ഇതാണ് വണ്ടി, ഒരു ചെറിയ മിഡ് സൈസ് SUV ആണ്, വോൾക്സ്വാഗൻ്റെ. ഏതോ വണ്ടിയുടെ പേര് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളെടുത്ത് റെക്കോർഡ് ഗോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇവന്മാർ, ഞാനാകെ പേടിച്ചിട്ട് വന്നത്, ഇവന്മാർ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും. കാരണം ഞാൻ ഡിസ്കവറി കാർസ് വഴിയിട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ റേറ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഓക്കെ എടുത്തേക്കാന്ന് ചോദിച്ചു. അപ്പോൾ സാധനം എടുത്ത്, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ഗോ വഴിയിട്ടാണ് നമ്മൾ എടുക്കണേന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അവന്മാർ റിവ്യൂ നോക്കിയാൽ വെരി ബാഡ് റിവ്യൂ ആണ്. അപ്പം ഞാൻ വേസ്റ്റ് ഔട്ട്കം ഇത് ചെയ്തിട്ടാണ് പിക്ക് ചെയ്യാൻ പോയത്. പക്ഷേ പിക്കിങ് വളരെ സ്മൂത്ത് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. 7 days കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കുക. അനുഭവം അതിനകത്ത് ഇരിപ്പുണ്ട്. അയ്യോ എന്നെ കാണല്ലേ, അതേ ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കാറിനകത്തൊക്കെ നൈസ് ആൻഡ് ക്ലീൻ ആണ്, പ്രിറ്റി ഗുഡ്, നൈസാണ് ആണല്ലേ. നമ്മളെല്ലാത്തിൻ്റെ റെക്കോർഡ് ചെയ്തിട്ടോ, എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കാർ റെൻ്റ് ചെയ്യണമെങ്കിൽ യൂഷ്വലി ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഡെപ്പോസിറ്റ് €1400 ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മുടെ കനേഡിയൻ ഡോളർ ആകുമ്പോൾ $2200 കനേഡിയൻ ഡോളർ ആയിരിക്കും. പിന്നെ ഒരു ട്രാൻസ്പോണ്ടർ ഉണ്ട് ഇവിടെ, കാണാം അവിടെ മുകളിൽ. എവിടെയാണ് ഇത് കാണുന്നില്ല? അത് ഇവിടെ ആവശ്യമാണ്. കാരണം ഈ ടോള് കുറേ ഉണ്ട്. അപ്പോൾ ടോള് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പിടിക്കും. അപ്പോൾ അതിനൊരു €100 ഡെപ്പോസിറ്റ്. അപ്പോൾ എത്രത്തോളം നമ്മളത് എടുത്തു അതിനനുസരിച്ച് ബാക്കിയുള്ള പൈസ തിരിച്ചു വരും. പിന്നെ പെട്രോളിനൊരു €100 €100 ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ റിസിപ്റ്റ് കയ്യിൽ വയ്ക്കുക. കാരണം ഇവന്മാരെല്ലാം ഇച്ചിരി ഷേഡി ആയിരിക്കാം. അപ്പോൾ അവന്മാർ പൈസ പിടിക്കാനുള്ള പരിപാടികൾ പരമാവധി നോക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഡിസ്കവറി വഴി എടുക്കുമ്പോൾ ശരിക്കും ഇവിടെ പോർച്ചുഗൽ നമ്മുടെ അല്ല, ഇവിടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എല്ലാ കാർ റെൻ്റൽസിനും കൊടുക്കണതാണ്. പക്ഷെ ഞങ്ങൾ എടുത്തപ്പോൾ എക്സ്ട്രാ ഒരു കവറേജ് ആയിട്ട് ഡിസ്കവറിയുടെ ഒരു എക്സ്ട്രാ ഒരു കവറേജ് ഞങ്ങൾ എടുത്തു. അതിനൊരു $100. അപ്പോൾ നമുക്ക് 230 7 daysന് $230 കനേഡിയൻ ഡോളർ 7 daysന് എക്സ്ട്രാ ഒരു $100 എക്സ്ട്രാ ഇൻഷുറൻസ് എടുത്തു. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിഡക്റ്റബിൾ ആയിട്ട് ഡെപ്പോസിറ്റിന് ചിലപ്പോൾ പൈസ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു $100 കവറേജ് എടുത്ത് അങ്ങനെ. അപ്പം ഞങ്ങൾ ഡൂറോവയിലേക്ക് പോകണം. അപ്പോൾ ശരി.